ശബരിമല യുവതീ പ്രവേശന കേസ് സംസ്ഥാന സർക്കാരിനെ വീണ്ടും ഉത്തരം മുട്ടിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയെ മാറുകയാണ്. യുവതികളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ യെസ് ഓർ നോ പറയുന്നില്ല എന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലപാട് പറയേണ്ട എന്ന് സർക്കാർ ആശ്വസിക്കുകയാണ്. എന്നാൽ അധികാരത്തിലെത്തിയാൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് സത്യവാങ്മൂലം തിരുത്തുമെന്ന് UDF. സർക്കാർ U-turn അടിക്കുമെന്ന കണക്കുകളിലാണ് ഇപ്പോൾ BJP ഉള്ളത്. യുവതീ പ്രവേശ പുനഃപരിശോധനാ ഹർജിയിൽ നിലപാട് കേട്ട ശേഷം വാദം തുടങ്ങാൻ സുപ്രീം കോടതി തീരുമാനിച്ചതോടെ സംസ്ഥാന സർക്കാർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിന് പിണറായി സർക്കാർ ഇപ്പോഴും അനുകൂലമാണോ എന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തമാക്കേണ്ട പ്രതിസന്ധിയാണ്. ശബരിമല പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നതോടെ തുടർ നിലപാട് വിശദീകരിക്കാനെത്തിയ നിയമമന്ത്രി പി രാജീവിന് ഉത്തരം മുട്ടി. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ എന്താണ് പിണറായി സർക്കാരിന്റെ നിലപാട്? യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാമെന്ന വിധി തിരുത്തണമെന്ന നിലപാട് സർക്കാരിനുണ്ടോ? ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളായി. സുപ്രീം കോടതി വിധി ഇറക്കി. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നിലപാട് വന്നു. സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. റിവ്യൂ ചെയ്യുമ്പോൾ അടിസ്ഥാന 7 പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ട് റിവ്യൂവിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ മുമ്പിലുള്ള പ്രയോറിറ്റി എന്താ? ഈ 7 പ്രശ്നങ്ങൾ വയ്ക്കണം. നിങ്ങൾക്ക് എന്താ പ്രയോറിറ്റി? ഞങ്ങളുടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അതിൽ നിന്ന് കൊയ്തെടുക്കാൻ ഒരു പരിസരം സൃഷ്ടിക്കാൻ അപ്പുറത്ത് വേറൊരു പ്രയോറിറ്റി ഇല്ല. അനുകൂലിക്കുന്നതായോ എതിർക്കുന്നതായോ ഒറ്റവാക്കിൽ നിലപാട് പറയാവുന്ന വിഷയമാണ്. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ സാങ്കേതികത്വം പറഞ്ഞ് ഉരുണ്ട് കളിച്ചു. നിലപാടെടുക്കാനാകാത്ത നിസ്സഹായാവസ്ഥ ഓരോ ഉത്തരത്തിലും പ്രകടമായി. ഹിന്ദുസത്തിൽ നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അൺകറപ്റ്റഡ് ആയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ എപ്പോഴും വിശ്വാസ സമൂഹത്തിന്റെ താല്പര്യങ്ങൾ, അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കരണ താല്പര്യങ്ങൾ, ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ടല്ലേ ഞങ്ങൾ അന്ന് അഫിഡാവിറ്റ് കൊടുത്തത്. NSSും SNDPയും UDFും BJPയും കേന്ദ്രവുമെല്ലാം പുനഃപരിശോധന വേണമെന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് നിലപാടെടുക്കാൻ സാധിക്കുന്നില്ലെന്ന ചോദ്യത്തിന് ഇറക്കാനും തുപ്പാനും കഴിയുന്നില്ലെന്ന മട്ടിൽ മറുപടി. ഇപ്പൊ പരിശോധിക്കില്ലെന്ന് സുപ്രീം കോടതി എന്ത് പറഞ്ഞു? ഇത് തിരുത്തണോ ഇല്ലയെന്നോ ഇപ്പം തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ വരട്ടെ. ഇന്നിപ്പോൾ കൊടുക്കണ്ടല്ലോ, ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് മുമ്പ് കൊടുക്കണ്ടല്ലോ, ഞങ്ങൾക്കൊരു സമയമുണ്ടല്ലോ. ഈ ഭരണഘടനാ പ്രശ്നങ്ങൾ നേരെ നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുന്നതാണോ? യുവതി പ്രവേശ വിധി പുനഃപരിശോധിക്കണമെന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നതാണ് UDFന്റെ വലിയ രാഷ്ട്രീയ ആയുധം. CPMന്റെ അവ്യക്തതയാണ് ആയുധം. ഗവൺമെന്റ് ഉരുണ്ട് കളിക്കുകയാണ്. അഴകുഴമ്പൻ സമീപനമാണ്. 10 മിനിറ്റ് മതി ഒരു അഫിഡവിറ്റ് തയ്യാറാക്കാൻ. ഞങ്ങളുടെ ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങൾ തിരുത്തി കൊടുക്കും. യുവതീ പ്രവേശത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന BJPക്ക് പുനഃപരിശോധനയ്ക്ക് അനുകൂലമായ കേന്ദ്ര നിലപാട് ആശ്വാസകരമാണ്. പക്ഷേ തുടർഭരണം മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ മറിയാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നു. സർക്കാരിന്റെ U-turn ഇനി അടുത്ത U-turn എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് U-turn ചെയ്യും. ഇലക്ഷനാണ്, അവർ എന്തും ചെയ്യും. അയ്യപ്പ സംഗമം നടത്തിയ സർക്കാരാണ്. 7 വിഷയങ്ങളിൽ മാർച്ച് 14-നകം നിലപാട് അറിയിച്ചാൽ മതിയെങ്കിലും ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ CPMന് രാഷ്ട്രീയ നിലപാട് എടുക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം സർക്കാരിന് നല്ല ബോധ്യമുണ്ട്. അഡ്വക്കേറ്റ് ജനറലിന്റെ കൂടി ഉപദേശം അറിഞ്ഞ ശേഷമാകും ഈ വിഷയത്തിൽ സർക്കാരിന്റെ തുടർ പ്രതികരണങ്ങൾ. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.